ഈ ഒരു കൂടിവരവ് ഒരു ഡിവൈൻ കോയിൻസിഡൻസ് ആയിട്ട് കാണുകയാണ്. നത്തിങ് ഈസ് ആക്സിഡൻ്റൽ ഇൻ അവർ ലൈഫ്, എവറിഥിങ് ഈസ് പ്രൊവിഡൻഷ്യൽ. ഞാൻ ഈ വന്ന സമയത്ത് MGDM ഹോസ്പിറ്റലിൽ വിവിധ ബാച്ചുകളിലൊക്കെ പഠിച്ച സ്റ്റുഡൻസ് ഇപ്പം നേഴ്സസൊക്കെ ആയിട്ട് ഇവിടെ അമേരിക്കയിലെ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഒരിടത്ത് ഒരു വീട്ടിൽ കൂടി വരുന്നു എന്ന് അറിഞ്ഞ് എനിക്കും ഇവിടെ വരാനായിട്ടിടയായി, നിങ്ങളെയൊക്കെ ഒന്ന് കാണാനായിട്ട്. നിങ്ങളുടെ ആ പണ്ട് പഠിച്ച കാലത്തെയൊക്കെ എക്സ്പീരിയൻസും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നത് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു എൻകറേജ്മെൻറ്റും ഇൻസ്പിറേഷനും ആകും. നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എൻ്റെ പേര് മേരിക്കുട്ടി തോമസ്. ഞാൻ 1982-85 ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. MGDM ഹോസ്പിറ്റലിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. ഇത് ദൈവ നിയോഗമാണെന്ന് എനിക്കെപ്പോഴും അത് പറയാം. എനിക്ക് അഡ്മിഷൻ കിട്ടുന്നത് കാരണം ഞാൻ ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിലല്ലായിരുന്നു. പക്ഷേ ദൈവം എന്നെ അവിടെ ആക്കി. എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു. അത് ഇപ്പോഴും ഞാനത് തിരിഞ്ഞു നോക്കിയാൽ അവിടെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ഫ്രണ്ട്സ് ഒരുമിച്ച് അവിടെ പ്രാർത്ഥിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പള്ളിയിലാണെങ്കിലും ഞാൻ ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിലും ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ പള്ളിയിൽ പോവുകയും അവിടെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമായിരുന്നു. പിന്നെ ഞങ്ങളുടെ എല്ലാ ദിവസത്തെയും രാവിലത്തെ ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ യൂണിഫോം ഇട്ട് ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് പാട്ട്, പ്രാർത്ഥന, ബൈബിൾ റീഡിങ്, അങ്ങനെ ഞങ്ങളുടെ ആ ദിവസം തുടങ്ങുന്നത് തന്നെ ഞങ്ങളൊരു ദൈവത്തിലുള്ള ആശ്രയവും ദൈവത്തിലുള്ള ഉയരത്തിലേക്ക് നോക്കിക്കൊണ്ടായിരുന്നു ഞങ്ങളുടെ ഓരോ ദിവസവും ഞങ്ങൾ തുടങ്ങിയിരുന്നത്. ഈവൻ അവിടെയുള്ള പേഷ്യൻസ് ആണെങ്കിലും ഈ പാട്ട് കേട്ടാണ് അവർ രാവിലെ അവിടെ ഉണരുന്നത്. രാവിലെ 7 മണിക്കുള്ള ആ പാട്ട്, പ്രാർത്ഥന, വചനം വായില്. അന്നത്തെ ചെമ്മാച്ചന് ഞങ്ങൾ പാടുന്നവരുടെ കൂടെ എല്ലാവരും അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും എല്ലാം ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ പറയുകയാണെങ്കിൽ MGDM ഹോസ്പിറ്റലിലെ പഠിത്തം, പ്രാർത്ഥനാ ജീവിതം എല്ലാം ഞാൻ ഇപ്പോഴും തിരിഞ്ഞു നോക്കുകയും ഞാനതിന് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പോഴാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ബാച്ചിലുള്ള ഞങ്ങൾ 11 പേരുണ്ട്. ഇപ്പം ഒരുമിച്ചൊരു പ്രാർത്ഥന ഞങ്ങളുടെ എവരി ട്യൂസ്ഡേയിലുണ്ട്. അത് ഏറ്റവും അനുഗ്രഹമാണ്. ഞങ്ങൾ MGDM ഓർക്കാത്ത ഒരു ദിവസം പോലുമില്ല. ഞങ്ങൾ പഴയ കഥകളൊക്കെ ഇപ്പോഴും പറയുകയും ഞങ്ങൾ അതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിൽ അത് വളരെ അനുഗ്രഹമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ MGDM ഹോസ്പിറ്റലിലെ നഴ്സിംഗ് സ്കൂൾ അനുഗ്രഹമായിരുന്നു. ദൈവത്തിന് നന്ദി. ബാക്കിയുള്ളവരൊക്കെ പറ. എൻ്റെ പേര് ജയ വർഗീസ്. ഞാനും 82-85 ബാച്ചാണ്. ഞാൻ, മേരിക്കുട്ടി, ലിലി, ഞങ്ങൾ 3 പേരും സെയിം ബാച്ചാണ്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇതിനൊരു നിമിത്തമായത് തന്നെ ദൈവത്തിന് നന്ദി. ഒത്തിരി പ്രാവശ്യം കൊണ്ട് ഞാൻ പറയുന്നുണ്ടെന്ന് കാണണമെന്ന്. പക്ഷേ ഞങ്ങൾ ഈ സൂമിൽ കൂടെ കാണുന്നതല്ലാതെ നേരിട്ട് കാണാൻ പറ്റിയത് ഇപ്പോഴാണ്, 40 വർഷങ്ങൾക്ക് ശേഷം. പിന്നെ അതുകൊണ്ട് അന്ന് ഞാൻ ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടാണ്. എനിക്ക് അന്ന് അഡ്മിഷൻ മേടിച്ച് തന്നത് നമ്മുടെ സമുദായ കോട്ടായിലാണ് ഞാൻ കയറിയത്. അന്നത്തെ യോഹന്നാൻ റമ്പാച്ചനെ പുത്തമ്പുറത്തെ ഉണ്ടായിരുന്ന യോഹന്നാൻ റമ്പാച്ചനാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്ത് അവിടെ കയറിയത്. അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. അങ്ങനെ അവിടെ ഞങ്ങളുടെ തുടക്കവും അവിടുത്തെ പ്രാർത്ഥനയും, രാവിലെ ഞങ്ങൾ ആദ്യത്തെ ബെല്ലടിച്ച ഉടനെ ഞങ്ങൾ എഴുന്നേറ്റ് ഓടി അവിടെ പള്ളിയിലോട്ട് പോകണം. പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പ്രാർത്ഥനയുണ്ട്. അല്ലാത്തൊരു ജോലിയുള്ളവർ അവിടെ ഹോസ്പിറ്റലിൽ അവിടുത്തെ ജോലി തുടങ്ങുന്നത് തന്നെ പാട്ടും പ്രാർത്ഥനയും. അവിടെ ഞങ്ങളിങ്ങനെ 2 ലൈനായിട്ടിങ്ങനെ യൂണിഫോം, അന്ന് സാരിയായിരുന്നു ഞങ്ങൾ എടുക്കേണ്ടത്. വെള്ള സാരിയും ബ്രൗൺ ലൈൻ, പിങ്ക് ലൈനുള്ള സാരി എടുത്ത് 2 ലൈനായിട്ട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞ് ഒരാൾ ബൈബിൾ റീഡ് ചെയ്യും, ഒരാൾ പാട്ട് എല്ലാം തുടങ്ങും. അതെല്ലാവരും കൂടെ പാട്ട് പാടും.
അപ്പോൾ ആ സമയത്ത് തന്നെ അവിടെയുള്ള രോഗികളെല്ലാം ഇത് കേൾക്കാനായിട്ട് ഇങ്ങനെ ചെവിയോർത്ത് ഇങ്ങനെ ഇരിക്കും. അവരെപ്പോഴും ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ, നിങ്ങളുടെ പാട്ട് നല്ലതായിരുന്നു, ആ പ്രാർത്ഥന തുടക്കം നല്ലതായിരുന്നു. അങ്ങനെ ആ ദിവസം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് എപ്പോഴാണേലും ഞങ്ങൾക്ക് ചാപ്പലിൽ പോയി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ പോരുന്ന വഴിക്കും ലഞ്ച് ടൈമിലും ഒക്കെ ചാപ്പലിൽ പോകുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഈവനിങ്ങിൽ ജോലിയില്ലാത്ത ആൾക്കാർ അവിടെ ഈവനിങ് എന്നും പ്രെയർ ഉണ്ടായിരുന്നു. ഈവനിങ്ങിൽ അല്ലാത്ത ദിവസം പോയിട്ട് ചാപ്പലിൽ പോയി ഈവനിങ് പ്രെയറിന് അറ്റൻഡ് ചെയ്യണമായിരുന്നു. അങ്ങനെ വളരെയധികം ഭക്തിയോടെ എല്ലാവരും ഓരോ ദിവസവും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ഒരു തുടക്കം ഞങ്ങൾ ഇപ്പോഴും മറന്നിട്ടില്ല. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് വലിയൊരു അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങളത് ആ ദിവസങ്ങൾ ഓർക്കാറുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ സൂം മീറ്റിംഗ് കൂടുമ്പോഴും എല്ലാ ട്യൂസ്ഡേയിലും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ MGDMന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂടെ പഠിച്ച 30 സ്റ്റുഡൻസിൽ 2 പേര് മരിച്ചുപോയി. അത് ബാക്കിയുള്ള എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ ആ MGDM ഞങ്ങളെ ഇത്രത്തോളമാക്കിയ ആ ഒരു ഭവനത്തിന് വേണ്ടിയും ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്നു. ജയവും മേരിക്കുട്ടിയും പറഞ്ഞതുപോലെ ഞങ്ങൾ 3 പേരും ഒരു ബാച്ചാണ്. എൻ്റെ പേര് ലില്ലി CC എന്നായിരുന്നു എൻ്റെ പേര്, അവിടുത്തെ MGDMൻ്റെ പേര്. ഇപ്പം മാരീഡ് നെയിം ലില്ലി ആനിക്കാട്ട്. ഞാൻ തൃശ്ശൂരാണ് എൻ്റെ വീട്. അവിടെ നിന്ന് തൃശ്ശൂർക്കാരധികം പേരില്ലായിരുന്നു. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടാണ്. പക്ഷേ കങ്ങഴ ചെന്നേ പിന്നെയാണ് എനിക്ക് ശരിക്കും കുർബാനയിൽ ഡീപ്പായിട്ടുള്ള അത് അണ്ടർസ്റ്റാൻഡിങ്ങും ശരിക്കും നല്ലോണം ഡീപ്പായിട്ട് അത്ര അണ്ടർസ്റ്റാൻഡിങ് നല്ലോണം പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഒക്കെ എനിക്ക് അങ്ങനെ ഒരു ഭക്തി വന്നതും. പിന്നെ പ്രായത്തിൻ്റെ മറ്റേ ടീനേജ് പ്രായമായിരുന്നു അന്നേരം. എന്നാലും കുറച്ചുകൂടെ പ്രായത്തിൻ്റെ കുറച്ച് പക്വതയും കുർബാനയിലും പ്രാർത്ഥനയിലും ഒക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കെ ആ ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പം നമ്മൾ കൂടുതലും പ്രാർത്ഥന ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. എനിക്ക് ഡെയിലി പ്രേയേഴ്സ് ഇപ്പോൾ ഇവർ ഷെയർ ചെയ്ത പോലെ ഡെയിലി പ്രേയേഴ്സും പിന്നെ അതുകൂടാണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മെഡിക്കൽ ഡയറക്ടറാണേലും ഞങ്ങളെ കുറേ ക്രിസ്തീയ ഞങ്ങൾക്ക് കൊയർ ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. കുറേ പാട്ടുകൾ ഇംഗ്ലീഷ് ആൻഡ് മലയാളം സോങ്സ് ഒത്തിരി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പാട്ടുകളും ഒക്കെ പഠിച്ചത് അവിടെ. കുറേ പാട്ടുകൾ ഞങ്ങൾ പഠിക്കുകയും അവിടെ പാടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ന്യൂ ഇയേഴ്സ് ഈവിൽ അത് ഒരിക്കലും മറക്കാനാവില്ല. ന്യൂ ഇയേഴ്സ് ഈവിൽ ക്യാൻഡിൽ ലൈറ്റ് സെറമണി ഉണ്ട്. പാട്ടുപാടി ഇന്നയോളം തുണച്ചോനെ ഇനിയും തുണയ്ക്കാം. അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത, അത് ഞാൻ ഇവിടെ അമേരിക്കയിൽ വന്നിട്ടാണേലും എനിക്ക് ഇവിടെ ന്യൂ ഇയേഴ്സ് ഈവിൽ ആപ്പിൾ ഡ്രോപ്പ് ചെയ്യുന്നത് നോക്കി എല്ലാവരും അത് കാണാനാണ് എല്ലാവരും ആ മിഡ് നൈറ്റ് നോക്കി കൗണ്ട് ഡൗൺ ചെയ്ത് ഇരിക്കുന്നത്. പക്ഷേ എനിക്ക് അന്നേരം TV-യിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ എക്സ്പീരിയൻസ് മുട്ടയിൽ ക്യാൻഡിലും പിടിച്ച് നിന്ന് അതാണ് എൻ്റെ കങ്ങഴയിലെ എക്സ്പീരിയൻസ്. സോ എൻ്റെ മനസ്സൊരിക്കലും കുറേ വർഷം ഇവിടെ വന്നിട്ടാണെങ്കിലും എനിക്ക് ആപ്പിൾ ഡ്രോപ്പ് ചെയ്യുന്നത് എന്നാന്ന് പോലും അറിയില്ലായിരുന്നു. കാരണം എനിക്ക് അത് കാണാൻ പറ്റില്ല. എനിക്ക് TV-യിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ, കാരണം അത്രയും ഒരു അടിസ്ഥാനം ഇട്ട് തന്നു. ആ മിഡ് നൈറ്റിൽ എനിക്ക് ന്യൂ ഇയർ തുടങ്ങുന്നത് പ്രാർത്ഥനയോട് കൂടി ക്യാൻഡിൽ പിടിച്ച് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നയോളം തുണച്ചോനെ ഇനിയും തുണയ്ക്കാന്നുള്ള ആ പാട്ട് പാടണം എനിക്ക്. അപ്പം അങ്ങനെ അത്രയും എൻ്റെ ഫെയ്ത്ത് ഡീപ്പാക്കിയത് കങ്ങഴയിലെ ഒരു ഫെയ്ത്ത് എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. പിന്നെ ഞങ്ങൾ നമ്മൾ സ്കൂളിലാണെങ്കിലും നമുക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. കുറേ ഫ്രണ്ട്സൊക്കെ ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ കങ്ങഴയിൽ നമ്മൾ ഒരുമിച്ചുള്ള താമസം, ഒരുമിച്ചുള്ള ജോലിയും നമ്മൾ ഒരു കുടുംബാംഗങ്ങളെ പോലെ
ഞങ്ങളുടെ ഫാമിലിയിലും ഒത്തിരി ടൈഡാണ്. അപ്പം എൻ്റെ വീട്ടിൽ എത്ര പേരുണ്ട്, ഓരോരുത്തരും എൻ്റെ ബാച്ചിലുള്ള എല്ലാവർക്കും അറിയാം. അതുപോലെ ആണ് ഞങ്ങൾ ആ ഫാമിലി, ഞങ്ങൾ അത്രയും എക്സ്പീരിയൻസ്. ഞങ്ങളുടെ ദർ ഇസ് നത്തിങ് പ്രൈവറ്റ്, വി നോ ഈച്ച് അതർ, വാട്ട് ആർ അവർ ഞങ്ങളുടെ വീക്ക്നെസ്സസ്, ഞങ്ങളുടെ സ്ട്രെങ്ത്ത്, അത് ഇപ്പോഴും അറിയാം. ഞങ്ങളിപ്പോഴും കൂടുമ്പോൾ എല്ലാ ട്യൂസ്ഡേയും ഞങ്ങൾ മീറ്റിംഗ് ഉണ്ട്. ഞങ്ങൾ കൂടുമ്പോൾ ഞങ്ങൾ കുറച്ച് പ്രെയറുണ്ട്, ബൈബിൾ വായനയുണ്ട്, പിന്നെ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും, മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ചെയ്യും. പക്ഷേ ഞങ്ങൾ കുറച്ച് സമയം ഞങ്ങളിങ്ങനെ കുശലം പറച്ചിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കങ്ങഴയിലെ കാര്യങ്ങളാണ് മിക്കവാറും ഷെയർ ചെയ്യുന്നത്, ഇവിടുത്തെ എക്സ്പീരിയൻസിനെ കൂടുതലും. ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്ത് വേണേലും പറയാം. ഞങ്ങൾ 4 ഇയേഴ്സും ബോണ്ടിലും അവിടെ താമസിക്കണമായിരുന്നു, ഹോസ്റ്റലിൽ താമസിക്കണമായിരുന്നു. അപ്പോൾ അതിന് കുറേ ചോഴ്സ് ഞങ്ങൾക്ക്, അതൊക്കെ ഞങ്ങളിപ്പോഴും എൻജോയ് ചെയ്യും. ഞങ്ങൾക്ക് ചോഴ്സ് ഉണ്ട്. മെസ്സിൽ ഓരോ മാസം ഓരോരുത്തർക്ക് അസൈൻ ചെയ്യും, മെസ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഞങ്ങളെ അങ്ങനെ മാനേജ് ചെയ്യണം. മെസ്സിലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മാനേജ് ചെയ്യണം. അവിടെ അപ്പം മെസ്സ്, ഞങ്ങളുടെ കാഫറ്റേരിയ അല്ല, ഹോസ്റ്റലിലെ മെസ്സ് മാനേജ്മെൻറ്റ്, അങ്ങനെ ഞങ്ങളെ ആ ഒരു എക്സ്പീരിയൻസിലൂടെ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റി. പിന്നെ ഇതുപോലെ ഈ പ്രെയറിനാണേലും, ഹോസ്പിറ്റൽ പ്രെയറിനാണേലും ഓരോ ബാച്ചുകാർക്കും ഓരോ മാസം അസൈൻ ചെയ്യും. അപ്പം അവിടെ സ്കെഡ്യൂളുണ്ട്. അപ്പം ഇപ്പോൾ ഈ മാസം ഞങ്ങളുടെ ബാച്ചിനായിരിക്കും, നെക്സ്റ്റ് മന്ത് അടുത്ത, അങ്ങനെ അസൈൻമെൻ്റ് ഉണ്ട്. അതുപോലെ സിസ്റ്റമാറ്റിക് ഉള്ള ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്തൊക്കെ ചെയ്യണം അതിന്, അങ്ങനെ അത് വിട്ട് ഞങ്ങൾ ഒന്നും ചെയ്യാറുമില്ല. വി ജസ്റ്റ് ഫോക്കസ് ഓൺ ദാറ്റ്. പിന്നെ അതുപോലെ ഇന്നത്തെ പോലെ ഫോണും അതൊന്നുമല്ല, ഞങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ ഒത്തിരി കുറവാണല്ലോ അന്നത്തെ കാലത്ത്. പിന്നെ ടി വി ഒക്കെ ആണെങ്കിലും ഒരു ടി വിയേ ഉള്ളൂ. അവിടെ ഞങ്ങൾക്ക് താഴെ പോയിരുന്ന് ഒരുമിച്ചിരുന്ന് കാണാം. അതിന് ടൈമൊക്കെ ഉണ്ട്, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടാക്കി തന്നു കങ്ങടയിലെ എക്സ്പീരിയൻസ്. എൻ്റെ പേര്, അവിടുത്തെ പേര് എൻ്റെ ഏലിയാമ്മ വി ജോസഫ് എന്നായിരുന്നു. എന്നെ ഇവരെല്ലാം വിജയ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഇപ്പം ഞാൻ ഏലിയാമ്മ വർഗീസ് എൻ്റെ ഒഫീഷ്യൽ നെയിം. ഇപ്പോൾ അതർവൈസ് എൻ്റെ പേര് മോളി എന്നാണ്. എനിക്ക് കങ്ങഴയെപ്പറ്റി പറയുമ്പോൾ എൻ്റെ രണ്ടാമത്തെ വീടാണ് അത്. ഇപ്പോഴും ഞാൻ 9th ബാച്ചായിരുന്നു. ഞങ്ങൾ 83 to 86, 87 ഗ്രാജുവേറ്റ് ചെയ്തിറങ്ങി. പിന്നെ കല്യാണം കഴിച്ച് ഇവിടെ വന്നു. ഒരു ദിവസം പോലും ഞാൻ കങ്ങഴ ഓർക്കാത്ത ദിവസമില്ല. കാരണം എനിക്ക് കിട്ടിയ ഒരു മോൾഡിങ് അവിടുന്നാണ് എൻ്റെ ജീവിതത്തിലെ ബേസ്. കാരണം ഞങ്ങൾക്ക് 3 മാസത്തെ പരീക്ഷ കഴിയുമ്പോൾ, ആദ്യത്തെ 3 മാസത്തെ പരീക്ഷ കഴിയുമ്പോൾ ഒരു ക്യാപ്പിംഗ് സെറിമണി ഉണ്ട്. ചെറുതായിട്ട് ട്യൂട്ടേഴ്സ് ഞങ്ങളുടെ തലയിൽ അത് ക്യാപ്പ് വെച്ച് തരുമ്പോൾ ഞങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അന്ന് എന്നോട് പറഞ്ഞത്, ഞാൻ ഇന്നും ഓർക്കും, എന്നും രാവിലെ പോകുമ്പോൾ, കാരണം ഞാൻ ബൈബിൾ വായിക്കും, മുട്ടയെ കുത്തിയെന്ന് പ്രാർത്ഥിക്കും. ഇവിടുത്തെ ജോലിക്ക് പോകുമ്പോൾ ഈ 36 വർഷമായിട്ട് ഇവിടെ വന്നിട്ടും ഒരു ദിവസം പോലും ഞാൻ വേദോത്സവം വായിക്കാതെ, മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കാതെ ഞാൻ ജോലിക്ക് പോയിട്ട്, അതെനിക്ക് കങ്ങഴയിൽ നിന്ന് കിട്ടിയ അനുഭവമാണ്. കാരണം ഞങ്ങൾ 4 ബാച്ച് ഞങ്ങൾ ഒന്നിച്ച് അവിടെ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ 5 മണിക്ക് ഞങ്ങൾ ഓരോ ബാച്ചിൽ ആരെങ്കിലും വന്ന് മണി അടിച്ചിട്ട് 5 മണിക്ക് ഉണർന്ന് ഞങ്ങൾ വേദോത്സവം വെച്ചൊരു ചെറിയ പ്രാർത്ഥന. അത് കഴിയുമ്പോൾ ഞങ്ങൾ യൂണിഫോം ഇട്ട് ഒരുങ്ങി കങ്ങഴ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ ഞങ്ങൾക്ക് അവിടെ പ്രാർത്ഥന, അച്ഛനും എല്ലാം കൂടെ വന്ന് പേഷ്യൻസിൻ്റെ കൂടെ ഒരു പ്രാർത്ഥന. അത് കഴിഞ്ഞ് 6:30 ചാപ്പലിൽ പ്രാർത്ഥന. ഒരു പ്രാർത്ഥന പോലും ഡ്യൂട്ടി ടൈമിലല്ലാത്ത ഒരു സമയത്ത് പോലും ഒരു പ്രാർത്ഥന പോലും ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. കാരണം എനിക്കതൊരു സ്ട്രെങ്ത് ആയിരുന്നു. ഇപ്പോഴും എൻ്റെ സ്ട്രെങ്ത് അത് തന്നെയാണ് പ്രാർത്ഥന. കാരണം അന്ന് എന്നോട് ഞങ്ങളുടെ ക്യാപ്പ് ഞങ്ങളുടെ തലയിൽ വെക്കുമ്പോൾ ഞങ്ങളുടെ ട്യൂട്ടേഴ്സ് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് നിങ്ങളുടെ തലയിൽ ഒരു കിരീടം വെച്ച് തരുക, അത് നിങ്ങൾ എവിടെ പോയാലും അത് നിങ്ങളുടെ ബ്രദേഴ്സിനെയോ സിസ്റ്റേഴ്സിനെയോ ഫാദറിനെയോ മദറിനെയോ കാണുന്നത് പോലെ കണ്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യണമെന്ന് പറയും. ഇപ്പോഴും ഒരു പേഷ്യൻറ്റിനെ കാണുമ്പോൾ, ഒരു മരുന്ന് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോഴോ, ഒത്തിരി സിക്കായ ഒരാളെ കാണുമ്പോൾ ഞാൻ കങ്ങഴ ഓർക്കും. കാരണം ഇതെൻ്റെ സിസ്റ്ററോ, ഇതെൻ്റെ ബ്രദറോ, ഇതെൻ്റെ ഫാദറോ, ഇതെൻ്റെ മദറോ, അങ്ങനെ ഒരു ഓർഡിനേഷന് പറഞ്ഞു വിടുന്ന പോലെ ഞങ്ങളെ വിട്ടത്. അത് ആ ഒരു സ്ട്രെങ്ത് ഇപ്പോഴും ഞങ്ങൾക്കുണ്ട്. അവിടുന്ന് പിന്നെ അവിടുത്തെ കുർബാന, അവിടുത്തെ ക്രിസ്മസ് കാരോളിങ്, അവിടുത്തെ ന്യൂ ഇയർ സെലിബ്രേഷന്, അതൊന്നും ജീവിതത്തിൽ ഞങ്ങൾക്ക് ഇനി ഒരിടത്തും കിട്ടത്തില്ല, എത്ര ലക്ഷറി സെലിബ്രേഷൻസ് വന്നാലും. കാരണം
ക്രിസ്മസ് കാരോളിന് ഞങ്ങളുടെ അവിടുത്തെ സ്റ്റാഫും സ്റ്റുഡൻസും എല്ലാം കൂടെ ക്വാർട്ടേഴ്സിൽ പാടാൻ പോകും. പിന്നെ അവിടുത്തെ ഒരു ലോക്കൽ സ്ഥലത്ത് ഞങ്ങൾ ക്രിസ്മസിന് കേക്കും തുണിയൊക്കെ ആയിട്ട് ഞങ്ങൾ പാടാൻ പോകും. അതൊക്കെ ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരു മറക്കാനാവാത്തൊരു കാര്യമാണ്. കാരണം ഇവിടെ എത്ര കാരോൾ ഞങ്ങൾ പള്ളിയിൽ നിന്ന് പോയാലും അതാണ് ഞങ്ങളുടെ ബേസ്. നല്ല ഒരു ജീവിതമായിരുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് കിട്ടിയ ആ ഒരു സന്തോഷവും അതുപോലെ അതൊരു നേഴ്സിംഗ് സ്റ്റുഡൻറ്റ് ലൈഫ് മാത്രമല്ലായിരുന്നു. കാരണം ഞങ്ങൾക്ക് കുക്ക് ചെയ്യാൻ ഞങ്ങൾ പഠിക്കും. മെസ് ഡ്യൂട്ടിക്ക് പോകുന്ന ഉടനെ അവിടെ കുക്ക് ചെയ്യുന്ന ചേട്ടത്തിമാരെയും ചേച്ചിമാരെയും ഒക്കെ കണ്ട് അവിടെ എന്താ ഇവർ ചെയ്യുന്നതെന്ന് ഞങ്ങൾ പഠിക്കും. ഞാനും ഈ ജയയും കൂടെ എല്ലാ വർഷവും ഒരുമിച്ചാണ് ചെയ്യുന്നത് മെസ് ഡ്യൂട്ടിക്ക്. അപ്പം ഞങ്ങൾ $55,000 ഞങ്ങൾ ഹാൻഡിൽ ചെയ്യും. ഡോളറല്ല, അത് ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് ഞങ്ങളായിരുന്നു. അപ്പം ഞങ്ങൾ അതിന് പഠിപ്പിക്കും, മാനേജ്മെന്റ് പഠിപ്പിക്കും. ഷോപ്പ് ചെയ്യുന്നവരെല്ലാം ഞങ്ങളാണ് മാനേജ് ചെയ്യുന്നത് ആ മാസത്തെ. പിന്നെ ഞങ്ങളുടെ ട്യൂട്ടേഴ്സൊക്കെ ആയിരുന്നെങ്കിലും വാർഡനൊക്കെ ആണെങ്കിലും ദൈവികമായ ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഞങ്ങളെ അവിടെ വളർത്തുമായിരുന്നു. അല്ലാതെ ഞങ്ങൾ അവിടെ പഠിക്കുക മാത്രമല്ല, ഞങ്ങളെ വളർത്തിക്കൊണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ 5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും കങ്ങഴ വിട്ട് പോകത്തില്ല. എനിക്കിവിടെ ഞാൻ നിൽക്കത്തുള്ളെന്ന് ഓർത്തു. പക്ഷെ പിറ്റേ മാസം എൻ്റെ കല്യാണം കഴിഞ്ഞ് പോരേണ്ടി വന്നു. അല്ലെങ്കിൽ ഞാൻ എന്നും കങ്ങഴയെ നിൽക്കത്തുള്ളെന്ന് വിചാരിച്ചാണ് ഞാൻ അവിടെ പഠിച്ചത്. പക്ഷേ ഇപ്പം എൻ്റെ ഒരു പ്രാർത്ഥന, ഞങ്ങൾ കോവിഡ് ടൈമിൽ ഞങ്ങൾ എല്ലാ കൺട്രിയിലും ഉള്ള എല്ലാ സ്റ്റുഡൻസും കൂടെ ഒരു ഓൺലൈൻ ഇതുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചത് മുഴുവനും കങ്ങഴ പഴയ രീതിയിലൊന്ന് മോൾഡ് ചെയ്ത് വരണേ എന്നുള്ളതാണ് പ്രാർത്ഥന. ഞങ്ങൾക്കത് ഇപ്പം ഞങ്ങൾ കങ്ങഴ പോകുമ്പോൾ ഞങ്ങൾക്കൊരു വിഷമമാണ് ഹോസ്പിറ്റലിൽ കാണുമ്പോൾ. ഞങ്ങൾക്ക് പണ്ടത്തെ ആ വാർഡുകളും പണ്ടത്തെ ഡോക്ടേഴ്സും പണ്ടത്തെ പേഷ്യൻസിനെ ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമമുണ്ട് ഞങ്ങൾക്ക്. ഡോക്ടർ സൂസി, ഡോക്ടർ ജോസഫ്. അതെ. അപ്പം അതുപോലൊന്ന് വരണേന്ന് ഞങ്ങൾ അന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കേട്ടു ഇത് പിന്നെയും ഹോസ്പിറ്റലൊന്ന് പുരോഗമിച്ച് വരുന്നുണ്ടെന്ന് ഞങ്ങളൊന്ന് കേട്ടു ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ. അതുകൊണ്ട് ഇനി ഞങ്ങൾ തുടർന്ന് പ്രാർത്ഥിക്കും ആ ഹോസ്പിറ്റൽ അതുപോലെ തന്നെ ഒന്ന് വരണേന്ന്. അത് ദൈവം സാധിച്ചു തരുമെന്നാണ് വിശ്വാസം. അതെ, ഹോസ്പിറ്റൽ അടച്ചെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമായിരുന്നു. ഒത്തിരി ഞങ്ങൾ വിഷമിച്ചു. ആ ഹോസ്പിറ്റലിൽ അടയ്ക്കാന്ന് പറയുന്നത് ഞങ്ങളുടെ വീട് തകർന്നു പോയ പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിപ്പോഴും ഞങ്ങൾക്കൊരു വേദനയുണ്ട് ഞങ്ങൾക്ക്. പിന്നെ 2020 ഞങ്ങൾ കഴിയുന്നിടത്തോളം ആൾക്കാർ ഔട്ട് ഓഫ് കൺട്രിയിൽ നിന്ന് ഒന്നിച്ച് വന്ന് ആ ഹോസ്പിറ്റലിനടുത്ത് താമസിച്ചൊരു ഇത് വേണമെന്ന് ഞങ്ങൾ വിചാരിച്ചപ്പോഴത്തേനും കോവിഡ് ആയിപ്പോയി. അത് ഞങ്ങൾക്ക് വരാൻ ചെയ്യാൻ പറ്റിയില്ല. 2020 എന്നുള്ള ആ ഇയർ ഞങ്ങൾ ചൂസ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ MGDM ഹോസ്പിറ്റല് കണ്ണിൻ്റെ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലായിരുന്നു. കണ്ണിൻ്റെ സ്പെഷ്യാലിറ്റി ഡോക്ടർ A.B. സീപ്പനും ഡോക്ടർ മറ്റൊരു ഡോക്ടർ. അപ്പോൾ ഞങ്ങള് അതുകൊണ്ടാണ് വിഷൻ 2020 വിഷൻ ആണ് ഏറ്റവും പെർഫെക്റ്റ് വിഷൻ. അപ്പോൾ 2020 നമുക്ക് കങ്ങഴ ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അവിടെയുള്ള എല്ലാവരെയും വിളിച്ച് നമുക്ക് അവിടെ കൂടണം. അവരെയൊക്കെ കോണ്ടാക്ട് ചെയ്ത് അപ്പോൾ കോവിഡ് വന്നു. അങ്ങനെ ഞങ്ങൾക്ക് അത് വരാം പിന്നെ അറിയുന്ന ഹോസ്പിറ്റലിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. എന്നാലും ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് ഇപ്പോഴും ഒരു അലൈമന ഗ്രൂപ്പുണ്ട്, ഫേസ്ബുക്ക് അലൈമന ഗ്രൂപ്പ്. There are so many people in that group. അപ്പം നമ്മൾ കോവിഡ് കാലത്ത് ഞങ്ങൾ ഒരു സൂം മീറ്റിംഗ് ചെയ്തു. അപ്പോൾ പല രാജ്യത്തുള്ളവർ അതിനകത്ത് ചേർന്നു. സ്റ്റുഡൻസ് അല്ല, ഞങ്ങൾ അറിയില്ലാത്ത MGDM ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത കുറേ പേര് ജോയിൻ ചെയ്തു അതിന്. It was really a good experience. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ജെസ്സി മാത്യു. ഞാൻ 1990 അവസാനം ഓഗസ്റ്റ് തൊട്ട് 92 അവസാനം വരെ ഞാൻ അവിടെ ട്യൂട്ടറായിട്ട് ജോലി ചെയ്തു. എന്നെ സംബന്ധിച്ച് കങ്ങഴ ഹോസ്പിറ്റൽ എനിക്കൊരിക്കലും മറക്കാനാകത്തില്ല. സ്റ്റുഡൻസുമായിട്ടുള്ള ഇൻറ്ററാക്ഷനും മദർ ട്യൂട്ടേഴ്സുമായിട്ടുള്ള ഇൻറ്ററാക്ഷനും പ്രിൻസിപ്പളുമായിട്ടുള്ളത്. പിന്നെ മെയിൻലി ഞാൻ പഠിപ്പിച്ചത് പീഡിയാട്രിക്സ്, മെഡ്സർജ്, സൈക്കാട്രി, ഫണ്ടമെൻ്റൽ ഓഫ് നഴ്സിംഗ്. ഇതായിരുന്നു എൻ്റെ മെയിൻ ടോപ്പിക്ക്. ഞാൻ പഠിപ്പിച്ച ആ സമയത്ത് പ്രിൻസിപ്പളായിട്ടുണ്ടായിരുന്ന മേരി ചാക്കോ, പിന്നെ ജെയിൻ ആൻറ്റി ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള നിങ്ങൾക്ക് അറിയുമോ എന്നറിയത്തില്ല, ഷൈനി ജോസഫ് എന്ന് പറഞ്ഞൊരു ട്യൂട്ടർ ഉണ്ടായിരുന്നു, ഇപ്പം ഹൂസ്റ്റണിലുണ്ട്.
പിന്നെ ഷീല കുഞ്ഞുമോൻ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരത്തി ഇപ്പം നാട്ടിലുണ്ട്. പിന്നെ മറിയാമ്മ. ഇങ്ങനെ എൻ്റെ ടൈമിലുള്ള ഞങ്ങൾ 5-6 പേരുണ്ടായിരുന്നു ട്യൂട്ടേഴ്സ്. പിള്ളേരുടെ ആ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുവാനൊക്കെ ദൈവം ഒരു കാര്യം തന്നു. സ്റ്റുഡൻസിൻ്റെ റെസ്പെക്റ്റും സ്നേഹവും അതൊരിക്കലും മറക്കുവാൻ കഴിയത്തില്ല. അവരുടെ സ്റ്റുഡൻസിൻ്റെ ജെസ്സി മിസ്സേ എന്നുള്ള ഒരു വിളി, അത് ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു. ഐ ക്യാൻ ഈസിലി ടെൽ. കാരണം പിള്ളേരെ ആണെങ്കിൽ എങ്ങനെയാണ് ഒരു സ്പിരിച്വലി അത് ട്രെയിൻ ചെയ്യുവാൻ ആ MGDM ഹോസ്പിറ്റലിൽ നിന്ന് പറ്റിയെന്നുള്ളത് ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ CMCയിലാണ് പഠിച്ചത്. ഞാൻ 4.5 years അവിടെ പഠിച്ചു. പക്ഷേ അവർ ട്രീറ്റ് ചെയ്യുന്നതും അവർ ട്രെയിൻ ചെയ്യുന്നതും, പക്ഷേ MGDM ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ആ പിള്ളേരെ സ്പിരിച്വലി ട്രെയിൻ ചെയ്യുന്നത് നമുക്കൊന്ന് കാണാൻ പറ്റത്തില്ല. അതുപോലെ പറയാൻ പറ്റിയൊരു കാര്യമാണ്. അവർ എല്ലാ കാര്യങ്ങൾക്കും അവർ സ്പിരിച്വലി അവർ പ്രാർത്ഥനയ്ക്ക് പോകുന്നതും അത് ഞങ്ങളുടെ ട്യൂട്ടേഴ്സിൻ്റെ അസൈൻമെൻ്റ് ആയിരുന്നു. അവർക്ക് ആർക്കൊക്കെ അസൈൻമെൻറ്റ് ചെയ്യണം, ആരൊക്കെ പ്രാർത്ഥിക്കണം എന്നുള്ളതും അസൈൻമെൻ്റൊക്കെ ഞങ്ങളെല്ലാവരും കൂടിയിരുന്നാണ് അവർക്ക് ചെയ്യുന്നത്. പക്ഷെ അവരെല്ലാം ഫെയ്ത്ത്ഫുള്ളി ആയിട്ട് അവരത് ചെയ്യുകയും ചെയ്യുമായിരുന്നു. പിന്നെ പഠിപ്പിക്കുമ്പോൾ ചില പിള്ളേരെ വഴക്ക് പറയേണ്ടി വന്നിട്ടുണ്ട്. ശിക്ഷിക്കേണ്ടി ഒന്നും ഞങ്ങൾ വന്നിട്ടില്ല. ഞങ്ങൾ ആരും ശിക്ഷിച്ചില്ല. അവർക്ക് അതിൻ്റെ പ്രയോജനമില്ല. അവർ പറഞ്ഞെല്ലാം റെസ്പെക്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ആ കുഞ്ഞുങ്ങളെല്ലാവരും പഠിപ്പിച്ച പിള്ളേരെല്ലാവരും അമേരിക്കയുടെ പല ഭാഗത്ത് ഉണ്ട്. അവരെല്ലാം വന്ന് ആദ്യം ഒരു പ്രാവശ്യം മിക്ക സ്റ്റുഡൻസിനും ആദ്യത്തെ പ്രാവശ്യം തന്നെ വന്ന് അമേരിക്കയിലെ നെക്ലസ് എക്സാം പാസ്സാകുവാൻ ഇടയാക്കി. അവരെപ്പോൾ പലരുമായിട്ട് എനിക്ക് കോണ്ടാക്റ്റ് ഉണ്ട്. അവരെല്ലാം നല്ല നിലയിലായിരിക്കുന്നു. അവരെല്ലാവരും പറയുന്നതെന്നു ചോദിച്ചാൽ കങ്ങഴ ഹോസ്പിറ്റലിലെ പഠിപ്പീരും ആ കോഴ്സസും ഒക്കെ ഞങ്ങളുടെ നെക്ലസ് എക്സാമിന് പാസ്സാകുവാൻ ഇടയാക്കി. അതിനും അവരുടെ കൂട്ടത്തിൽ അതിലൊക്കെ അവർ നല്ല നിലയിലായിരിക്കുന്നത് ഞാനും ഒരു ഭാഗവാക്കാക്കുവാൻ ഇടയാക്കുന്നതിനായി നിങ്ങളുടെ സ്തോത്രം ചെയ്യുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് അവിടുത്തെ ട്യൂട്ടേഴ്സിൻ്റെ കാര്യമാണ്. പ്രിൻസിപ്പൽ മേരിയെ ഭയങ്കര ഞങ്ങൾ ക്ലോസ് ആയിരുന്നു. ഞങ്ങളും എല്ലാ ട്യൂട്ടേഴ്സ് എല്ലാവരും കൂടി ഞങ്ങളുടെ എല്ലാ മീറ്റിങ്ങിനും ഞങ്ങളും കഴിവതും ഞങ്ങൾ പോകുമായിരുന്നു. ഇതുവർ പറഞ്ഞതുപോലെ തന്നെ കാരൽ സെറിമണി അതെല്ലാം ഒരു വലിയൊരു ഇതായിരുന്നു. പിന്നെ ഞങ്ങൾ ട്യൂട്ടേഴ്സ് ആണെങ്കിലും അടുക്കളയിൽ കിച്ചണിൽ അവരുമായിട്ട് ഞങ്ങൾ ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പായിരുന്നു. അങ്ങനെ ടോട്ടലി ഐ ക്യാൻ ഈസിലി ടെൽ ദാറ്റ് ഇറ്റ് വാസ് എ വെരി ഗുഡ് ഹോസ്പിറ്റൽ, വെരി ഗുഡ് പീപ്പിൾ, സ്പിരിച്വലി ഫുൾ പീപ്പിൾ. എൻ്റെ പേര് മേഴ്സി. ഞാൻ കങ്ങഴ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എൻ്റെ പേര് മേഴ്സി മാത്യു എന്നായിരുന്നു. ഇപ്പം മേഴ്സി വർഗീസാണ്. ഞാൻ അവിടെ കങ്ങഴ 3ാമത്തെ ബാച്ചാണ്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 1977 to 80ലാണ് ഗ്രാജുവേറ്റ് ചെയ്യുന്നത്, പാസ് ഔട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കൂടെ നിന്നു. 81ലാണ് അവിടുന്ന് കങ്ങഴ വിടുന്നത്. അപ്പം 4 വർഷവും ഈ 4 വർഷം 5 വർഷവും ഞങ്ങൾ കങ്ങഴ ഹോസ്പിറ്റലിൽ തന്നെയാണ് താമസിച്ചത്. അതാണ് ഞങ്ങളുടെ വീട്. അവിടെയുള്ള പ്രിൻസിപ്പാൾ സിസ്റ്ററും കൊച്ചമ്മയും ഞങ്ങളുടെ ഗ്രൂപ്പും ഒക്കെ ആയിട്ട് ഭയങ്കര സ്നേഹത്തിലാണ് കഴിഞ്ഞത്. ഒത്തിരി പ്രോഗ്രാമുകളൊക്കെ ഞങ്ങൾ കൂടി ചെയ്തു. സ്പോർട്സിലൊക്കെ ഭയങ്കര ഇൻവോൾവ്മെൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ സ്പിരിച്വലായിട്ട് അച്ഛൻ ഭയങ്കരമായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. എല്ലാവരുമായിട്ട് ഭയങ്കര കൂട്ടൊക്കെ ആയിരുന്നു അച്ഛന്. എല്ലാ ദിവസവും ഈവനിങ് പ്രെയർ ഉണ്ട്. 6:30 ഞങ്ങൾ ഓഫുള്ളവരെല്ലാം ഒരുമിച്ച് പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു. അതുപോലെ തന്നെ സൺഡേയിലും അതുപോലെ തന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രാർത്ഥനയിൽ കൂടിയാണ്. പ്രാർത്ഥനയും പാട്ടും ബൈബിൾ വായനയും എല്ലാം കഴിഞ്ഞിട്ട് അതിന് ശേഷം മാത്രമേ ഡ്യൂട്ടി തുടങ്ങുകയുള്ളായിരുന്നു. വളരെ വളരെ 4-5 വർഷമെന്ന് പറഞ്ഞാൽ പോയതറിഞ്ഞില്ല. അത്രയ്ക്ക് സന്തോഷകരമായ ലൈഫായിരുന്നു കങ്ങഴത്തത്. എല്ലാവരും ഒരുപാട് അച്ഛനൊക്കെ ഒത്തിരി സ്പിരിച്വലായിട്ട് ഇൻവോൾവ് ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ നേഴ്സിങ്ങിൽ തന്നെ ഒത്തിരി ഫ്രണ്ട്ഷിപ്പായിട്ടാണ് ഞങ്ങളോടൊക്കെ പെരുമാറിക്കൊണ്ടിരുന്നത്. പിന്നെ ഇതൊരു ഫാമിലി ആയിരുന്നേ, MGDM ഫാമിലി. നോട്ട് ഓൺലി നഴ്സിംഗ് മാത്രമല്ല, ഫ്രം ടോപ്പ് ടു ബോട്ടം. നമ്മൾ ടോപ്പ് ടു ബോട്ടം നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാവരും ഒരേപോലെ നമ്മൾ കണക്കാക്കണം. പക്ഷേ അവിടുത്തെ മെഡിക്കൽ ഡയറക്ടറല്ല, ഹോസ്പിറ്റലിൻ്റെ CEO മുതലുള്ളവർ മുതൽ നമ്മുടെ എല്ലാ ജീവനക്കാരും, അവിടുത്തെ എല്ലാ ജീവനക്കാരും
ഞങ്ങൾ എങ്ങനെ അതിൻ്റെ ആ ഒരു ഇത് വന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ 4 ഗ്രൂപ്പായിട്ട് അങ്ങ് തിരിക്കും. എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷനാണ് 4 ഗ്രൂപ്പുകാർ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അപ്പം എല്ലാവരും കൂടി മീറ്റിങ്ങുകൾ, പ്രോഗ്രാമുകൾ ഒക്കെ അങ്ങോട്ട് കുറേ ഇതില്ല കലാപരമായിട്ടും സ്പോർട്സ് തരമായിട്ടൊക്കെ ഭയങ്കര കോമ്പറ്റീഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ഞങ്ങൾ ആ ഒരു ഗ്രൂപ്പുകാർ നമ്മൾ അങ്ങനെ നമ്മൾ ഒത്തിരിയും അടുത്തിടപെടും. അപ്പം നെക്സ്റ്റ് ഇയറിൽ നമ്മൾ ആ ഗ്രൂപ്പിലല്ല, ഇവർ മറ്റേ ഗ്രൂപ്പുമായിട്ട് നമ്മൾ ഭയങ്കര കോമ്പറ്റീഷനൊക്കെ നടത്തിയിട്ട് അപ്പം ഞങ്ങൾ ഹോസ്റ്റലിൽ നീ ആ ഗ്രൂപ്പിൽ ഞങ്ങൾ അങ്ങനെ അങ്ങനെ അടികൂടുകയൊക്കെ ചെയ്യും, നിങ്ങളങ്ങനെ. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പ് മാറി. അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ വഴക്കൂടിയ ഗ്രൂപ്പിലോട്ടാണ് അവൻ്റെ അടുത്ത്. അപ്പോൾ ആ ഗ്രൂപ്പിലോ അപ്പോൾ ഞങ്ങൾക്കതൊരു ആ 4-5 വർഷം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എല്ലാ വർഷവും ഞങ്ങളപ്പോൾ ഓരോ ഗ്രൂപ്പ് അപ്പോൾ എല്ലാവരുമായിട്ടും അടുത്തിടപഴകാനുള്ള ഒരു അവസരമായിരുന്നു അത്. പേഴ്സണലി അറിയാനും അപ്പം നോൺ നേഴ്സിംഗ് സ്റ്റാഫുമായിട്ടും ഒക്കെ കൂടുതൽ ഇടപഴകാനും ഒക്കെ അതൊരു അവസരമായിരുന്നു. ഇറ്റ്സ് റിയലി ഞങ്ങളുടെ എല്ലാ കഴിവുകളും അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു ഇതിലൂടെ കൊണ്ട് ഞങ്ങൾക്ക് അത് ഹോസ്പിറ്റൽ. പിന്നെ ഞങ്ങൾ സ്കൂൾ ഓഫ് നേഴ്സിംഗിൽ തന്നെ ഞങ്ങൾ കോമ്പറ്റീഷൻസ് ഉണ്ട് നമ്മുടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഞങ്ങൾ സ്റ്റേറ്റ് ലെവലിൽ കൊണ്ടുപോകും, അതിൽ പ്രൈസ് കിട്ടുന്നവർക്ക് അങ്ങനെ ഒത്തിരി എൻകറേജ് ചെയ്യും. അതുപോലെ ഞങ്ങളുടെ പ്രിൻസിപ്പൽ സിസ്റ്റർ ഞങ്ങളെ ഒത്തിരി നേഴ്സസിനെ പിള്ളേരെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. കാരണം നമ്മുടെ നേഴ്സിംഗ് സൂപ്പർവൈസർ അല്ലല്ലോ, നമ്മുടെ അല്ല മെയ്ട്രൺ ആണ് അതിൻ്റെ ഇൻചാർജ്, നേഴ്സസിൻ്റെ ഇൻചാർജ്. അപ്പോൾ അവർ സ്റ്റാഫിങ് കുറഞ്ഞാൽ ഉടനെ നഴ്സിംഗ് സ്റ്റുഡൻസിനെ കൊണ്ട് അത് റീപ്ലേസ് ചെയ്യാമോ എന്ന് ചോദിക്കും. പക്ഷെ ഞങ്ങളുടെ പ്രിൻസിപ്പൽ സിസ്റ്റർ ഒരിക്കലും അത് ചെയ്യിക്കില്ല. ഇവര് പഠിക്കാൻ വന്നവരാ. യു കാനോട്ട് റീപ്ലേസ് സ്റ്റുഡൻസ് ഫോർ സ്റ്റാഫ്. കാരണം സ്റ്റാഫ് ആരെങ്കിലും സിക്ക് വിളിച്ച ആ സ്ഥാനത്ത് നമുക്ക് ജോലിക്ക് വെക്കാനായിട്ട് സ്റ്റുഡൻസിനെ വിടാമോ എന്ന് ചോദിക്കും. പ്രിൻസിപ്പൾ പറയില്ല, അവർ പഠിക്കാൻ വന്നവർ, അവർ ജോലിക്ക് വന്നവരല്ലാണ്. അതേസമയം മറ്റുള്ള ഹോസ്പിറ്റലുകാർ ഈ സ്റ്റുഡൻസിനെ കൊണ്ട് മുതലെടുക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കോൺഫറൻസ് ഒക്കെ കൂടുമ്പോൾ ഷെയർ ചെയ്യാറുണ്ട് അവർ ഞങ്ങളെ കൊണ്ട്. അത് ജയിച്ചു ഇത് ജയിച്ചു. പക്ഷെ ഞങ്ങളുടെ പ്രിൻസിപ്പൾ ഒരിക്കലും അങ്ങനെ ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചിട്ടില്ല. എപ്പോഴും നമ്മുടെ സൈഡായിരുന്നു, എപ്പോഴും ഞങ്ങളുടെ സൈഡ് പ്രൊട്ടക്ട് ചെയ്യും ഒരമ്മയെ പോലെ. ഞങ്ങൾ പഠിച്ചത് 1980s ടൈമാണ്. അന്ന് ഫോണില്ല, അന്ന് ലെറ്റേഴ്സ് ഒക്കെ മാത്രമേ ഉള്ളൂ അന്നത്തെ കമ്മ്യൂണിക്കേഷന്. വളരെ അന്ന് അത് സ്ട്രിക്റ്റ് ആയിട്ടായിരുന്നു ഞങ്ങളെ അവിടെ 4 വർഷം വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. പക്ഷേ അല്ലേ ഞങ്ങളിപ്പം ചിന്തിച്ച് നോക്കുമ്പം ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാം അനുഗ്രഹമായിരുന്നു. ഞങ്ങളെ നല്ലതായിട്ട് മോളി പറഞ്ഞ പോലെ അത് നമ്മൾ മോൾഡ് എടുത്തു. കാരണം ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് PDC ഒക്കെ കഴിഞ്ഞ് ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് പോവുക. നമുക്കിങ്ങനെ ഇവിടെ താമസിച്ചോ എന്ന് പറഞ്ഞില്ല. അത് ഞങ്ങളൊരു ഫാമിലി ആയിരുന്നു. ഞങ്ങളെ മോൾഡ് ചെയ്തെടുത്ത് പ്രത്യേകിച്ച് ആത്മീയമായ പ്രാർത്ഥനയും പാട്ടും മെയിൻ ഞങ്ങളുടെ ഇതായിരുന്നു. അങ്ങനെ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും അങ്ങനെ ഞങ്ങളെല്ലാം ഇപ്പം ഓരോ സ്ഥാനങ്ങളിലായത് ചിന്തിച്ച് നോക്കിയാൽ നമ്മളൊരിക്കലും ഓർത്താണ് ആകുമെന്ന്. എല്ലാവരും നല്ല നല്ല സ്ഥിതിയിലായി. ഞങ്ങൾ അവിടെ നിന്ന് കിട്ടി ഞങ്ങളുടെ ശിക്ഷണം പഠിച്ചിറങ്ങിയവരെല്ലാം ഒരുപാട് പേര് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. വളരെ അപൂർവമായിട്ടുള്ള കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. രാധാമണി ആ കുട്ടി ഞങ്ങളുടെ കൂടെ ബൈബിള് വായിക്കുകയും പ്രാർത്ഥിക്കുകയും അതുപോലെ എല്ലാം ഗ്രൂപ്പ്. എന്നിട്ട് ഞങ്ങൾക്ക് മെസ്സേജ് ഒക്കെ ഇടുമ്പോൾ ഷീ സ്റ്റിൽ സെഡ് ഗോഡ് ബ്ലെസ് യു അറ്റ് ദ എൻഡ്. whenever she send message God bless you എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഒരു ദൈവത്തെ അറിഞ്ഞൊരു കുട്ടിയാണ്. ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും വരുമായിരുന്നു, പ്രാർത്ഥനയ്ക്കൊക്കെ. ഞങ്ങളുടെ ബാച്ചിലെ 20 പേരിൽ 19 പേരും വെളിയിലാണ്. ഒരൊറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ നാട്ടില്. എല്ലാ ദിവസവും ചാപ്പലിന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞത് ശ്രദ്ധിക്കാം
ഒരു 10-50 സ്റ്റുഡൻസ് ഒക്കെ കാണും അല്ലേ? എല്ലാവരും കൂടെ വരും. ജോലിക്കാര് സ്റ്റുഡൻസ് എല്ലാവരും ആര് വേണമെങ്കിലും 4 ബാച്ചിലെ പിള്ളേരല്ലേ. ഏതായാലും വളരെ സന്തോഷം. ഇതൊരു ദൈവം ഒരുക്കിയ ഒരു കൂടിവരവായിട്ട് തോന്നുന്നു. 2-3 ദിവസം മുമ്പ് മാത്രമാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞത്, നിങ്ങളുടെ ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദറിനെ കുറിച്ച്. അപ്പൊ ഞാൻ അൻസിയോടും പറഞ്ഞായിരുന്നു, അങ്ങനെയാണെങ്കിൽ അവരെയൊക്കെ ഒന്ന് കാണാനായിട്ടൊരു അവസരം കിട്ടുമെന്ന് ചോദിച്ചായിരുന്നു. നിങ്ങളുടെ ഈ ഷെയറിങ് കേട്ടപ്പോൾ അത് ഒത്തിരി ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ MGODM ഹോസ്പിറ്റലിൽ ട്രെയിൻഡ് ആയിരിക്കുന്ന നേരത്തെ ബാച്ചസിലെ നേഴ്സസുമായിട്ട് കാണുന്നതും ഇങ്ങനെ ഒന്ന് കേൾക്കാനായിട്ട് ഇടയാകുന്നതും. നിങ്ങളതൊരു കുടുംബം പോലെയാണ് അന്ന് അവിടെ കഴിഞ്ഞതെന്നും ഇപ്പോഴും ആ ഒരു ഫീലിംഗ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ടല്ലോ. ഒത്തിരി നിങ്ങളുടെ മുഖത്തെ ആ പ്രസന്നതയും ഇത് ഷെയർ ചെയ്ത സന്ദർഭത്തിൽ നിങ്ങളുടെ ആ ഒരു സന്തോഷമൊക്കെ കാണാനായിട്ട് കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾക്ക് അന്ന് ലഭിച്ച ആ സ്പിരിച്വൽ മോൾഡിങ്ങും അവിടുന്ന് ലഭിച്ച വാല്യൂസും അതൊക്കെ ജീവിതത്തിൽ മുന്നോട്ട് ചെന്ന സാഹചര്യങ്ങളിലെല്ലാം അതൊരു ബ്ലെസ്സിങ് ആയി തീർന്നു എന്ന് പറഞ്ഞത് ഒത്തിരി സന്തോഷമായിട്ട് തോന്നി. അപ്പോൾ അത് ഇപ്പം പഠിക്കുന്ന സ്റ്റുഡൻസിനും തീർച്ചയായിട്ടും അതൊരു വലിയ മെസ്സേജ് തന്നെയാണ്. പിന്നെ നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത ആ കാര്യം അന്ന് കോവിഡ് മൂലം നടന്നില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ കോവിഡൊക്കെ മാറിയല്ലോ, എപ്പം വേണേലും അവിടെ വരാനും അങ്ങനെ ഒന്ന് ഓർഗനൈസ് ചെയ്യാനായിട്ടും അവസരം ഉണ്ടായിരിക്കും. നിങ്ങൾ അവിടേക്ക് വെൽക്കം ചെയ്യാണ് നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സും ഒക്കെ ആയിട്ടും കൂടെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്ലാനിങ് അടുത്ത ഒരു 1-2 വർഷം പ്ലാൻ ചെയ്ത് തന്നെ വേണമെങ്കിൽ നേരത്തെ ചെയ്യുകയാണെങ്കിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവർക്കൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടാൻ പറ്റുമല്ലോ. ഏകദേശം അടുത്ത ഏതാനും ബാച്ചസ് ഒരുമിച്ച് വരികയാണെങ്കിൽ അതിനകത്തൊരു പ്രത്യേക സന്തോഷം ഉണ്ടായിരിക്കും. ഞങ്ങളുടെ ഈ ഏജിലുള്ളവര് ഗൾഫിൽ ജോലി ചെയ്തവരെല്ലാം തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പൊ 55 വയസ്സായവരെല്ലാം ഇപ്പൊ നാട്ടിലുണ്ട്. They are waiting for us. നിങ്ങൾ അവിടുത്തെ ആ ഡിസിപ്ലിനും 4 വർഷത്തെ കണ്ടിന്യൂസ് ആയിരിക്കുന്ന താമസവും എല്ലാം വളരെ പോസിറ്റീവ് ആയിട്ട് അതൊരു ബ്ലെസ്സിങ് ആയിട്ട് കണക്കാക്കുന്നു എന്നുള്ളത് ഒരു പ്രത്യേക അറിവാണ്. അതൊരു സന്തോഷമായിട്ട് തോന്നുന്നു. പലപ്പോഴും എങ്ങനെ ഈ പറഞ്ഞ ഡിസിപ്ലിൻ നിന്നൊക്കെ പുറത്തു വരാമെന്ന പലപ്പോഴും ചിന്തിക്കുന്നു. പക്ഷെ അത് ലൈഫിനെ ഭയങ്കരമായിട്ട് മോൾഡ് ചെയ്യുന്നതിലും ഷേപ്പ് ചെയ്യുന്നതിലും ഒക്കെ സഹായിച്ചു. അപ്പൊ അവിടെ നിങ്ങൾ വെറുതെ പഠിക്കുക മാത്രമല്ലായിരുന്നു, മുമ്പേ പറഞ്ഞതുപോലെ ശരിക്കും വളരുകയായി അല്ലെ? എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ ആത്മീയ തലങ്ങളിലും എല്ലാം ഒരു വലിയ വളർച്ച ഉണ്ടായി. അപ്പൊ അത് നിങ്ങളിപ്പോ പ്രവർത്തിക്കുന്ന മേഖലകളിലെല്ലാം അതിന്റെ ഒരു വെളിച്ചം വിതറാനായിട്ട് പറ്റുന്നുണ്ടല്ലോ. അതല്ലേ ഒരു സംതൃപ്തി എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അർത്ഥം. അല്ലെ കുറച്ച് ഡോളേഴ്സ് ഉണ്ടാക്കുന്നതിലോ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലോ മാത്രമല്ലല്ലോ, നമ്മുടെ ശുശ്രൂഷ അനുഗ്രഹകരമായിട്ട് നടത്തുന്നത് വഴി കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ. അതുമൂലം അനേക രോഗികൾക്കും അതുപോലെ പ്രയാസപ്പെടുന്നവർക്കും ഒക്കെ കിട്ടുന്ന ഒരു കെയർ, അവരനുഭവിക്കുന്ന ആ ഒരു ബ്ലെസ്സിങ്, അതൊക്കെ കാണുമ്പോഴല്ലേ നിങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാം തുടർന്നും അനുഗ്രഹകരമായിട്ട് നടക്കട്ടെ കാര്യങ്ങളൊക്കെ. ഞാൻ അവിടെ ഫുൾ ടൈം ചാപ്ലനായിട്ടില്ല, അവിടെ വീക്കെൻഡിൽ പോകുന്നതേ ഉള്ളൂ. അതെ, വേറെ ചുമതലകളുണ്ട്. ഞാൻ സെമിനാരി പഠിപ്പിക്കുന്നുണ്ട്, വേറെ അങ്ങനത്തെ 2-3 ചുമതലകളൊക്കെ ഉണ്ട്. സാറ്റർഡേ ഞങ്ങൾ മീറ്റിംഗ് നടത്താറുണ്ട്. സൺഡേയിലെ കുർബാനയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പോകും. മറ്റേത് അവിടെ ഫുൾ ടൈം അച്ഛനും അല്ലേ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്ത സമയത്ത് ജോൺസൺ ചമ്മാച്ചനായിരുന്നു ആദ്യമേ. പിന്നെ കുര്യൻ അച്ഛന് സെമിനാരിയിലെ പ്രൊഫസറായിരുന്നല്ലോ, അച്ഛനായിരുന്നു. പിന്നെ ഭരണവാസ്തമേനെ കുറിച്ചും പറയാതിരിക്കാൻ പറ്റിയല്ല. ഞങ്ങൾ ഒരിക്കലും ഇത്രയും സിംപ്ലിസിറ്റി ഉള്ളൊരു തിരുമേനിയെ കണ്ടിട്ടില്ല. ഒരിക്കലും പറയാറില്ല വരുന്നത്. ഞങ്ങളിങ്ങനെ അതിൽ പോകുമ്പോൾ മെയിൽവാടിക്കടെയൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പേഷ്യൻസിൻ്റെ അടുത്തോടെ അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഈ കാവിയൊക്കെ ഇട്ട് അപ്പോൾ ഞങ്ങൾ ചെറുതാണല്ലോ, അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഒന്നുമില്ല. തിരുമേനി വരുന്ന ആരും അകമ്പടി വേണ്ട, ഒന്നും വേണ്ട, ഇത്രയും സിംപ്ലിസിറ്റി ഉള്ളൊരു തിരുമേനി. അപ്പം ഞങ്ങൾക്ക് അതും ഒരു ലൈക്ക് ദൈവ അങ്ങനെ അത്ര ഒരു തിരുമേനി പദവിയിലിരിക്കുന്ന ഒരാള് വന്ന് പേഷ്യൻസിനെ വന്ന് വിസിറ്റ് ചെയ്യും. അത് സ്ഥിരമായിട്ട് അങ്ങനെ എല്ലാ ആഴ്ചയിലും ഉണ്ടാവും. നമുക്ക് സ്റ്റുഡൻസിന് വേണ്ടി കുറെ നാള് തിരുമേനി അവിടെ വന്നു. എവറി സെക്കൻഡ് വെനസ്ഡേ വരും. ട്യൂസ്ഡേ നൈറ്റ് വന്നിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കും. സന്ധ്യാംസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ പേഷ്യന്റിനെ വിസിറ്റ് ചെയ്ത്
അപ്പം പ്രത്യേകിച്ച് നിങ്ങളോട് നന്ദി അറിയിക്കുകയാണ്. വളരെ സന്തോഷം. നിങ്ങളുടെ ഇനിയും മീറ്റിംഗ് ഒക്കെ തുടരട്ടെ. ഞങ്ങൾ ഇനി അങ്ങ് പോവുകയാണ്. വേറെ എല്ലാവരും പോകേണ്ടതായിട്ടുണ്ട്. ഞാനൊരു മാസത്തേക്ക് ഒന്ന് വന്നാണ് ഓഗസ്റ്റ് പകുതിക്ക് തിരിച്ചു പോകും. നമ്മള് ഒരു കാര്യം വിട്ടുപോയി കേട്ടോ. നമ്മുടെ അപ്പച്ചനെ കുറിച്ച് പറയാണ്ട് പറ്റില്ല. മാനേജർ അപ്പച്ചൻ, അതിന്റെ മാനേജിംഗ് ട്രസ്റ്റിയുടെ അപ്പച്ചനെ ഞങ്ങൾ ഓരോരുത്തരുടെയും പേരറിയായിരുന്നു. അപ്പച്ചൻ എന്നാണ് വിളിക്കുന്നത്. മാനേജർ അപ്പച്ചൻ. അവിടെയായിരുന്നു താമസം, ഹോസ്പിറ്റലിൽ ഒരു മുറിയില്. റൂം നമ്പർ 4, റൂം നമ്പർ 3 താമസം. ഓരോ സ്റ്റുഡൻസിനെ അപ്പച്ചനറിയാം. ഞങ്ങളുടെ ഹോസ്റ്റലിൽ വന്ന എല്ലാ വീക്കെൻഡിലും വന്ന് നോക്കും, ക്ലീൻ ആണോ, ഞങ്ങൾക്ക് നല്ല ഫുഡാണോ തരുന്നേ. പിന്നെ അവിടെ സൺഡേയിൽ ഉച്ചയ്ക്ക് വരും, അപ്പച്ചൻ അവിടെ വിസിറ്റ് ചെയ്യും. നല്ല ഒരു കെയറിങ്ങും നല്ല. അപ്പച്ചൻ മരിച്ചപ്പോൾ ഞങ്ങൾ ഒത്തിരി ദുഃഖിച്ചു. ഞങ്ങളുടെ ടൈമിലായിരുന്നു അപ്പച്ചൻ മരിക്കുന്നത്. ഞങ്ങളന്ന് വാനയില് പാട്ടുമൊക്കെ പാടി കരഞ്ഞു പോകുന്ന ഓർക്കുന്നുണ്ടല്ലോ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ തുടരുക. ഈ ഹോസ്പിറ്റലിലെ അതുപോലെ തന്നെ അവിടുത്തെ ബാക്കി പ്രവർത്തനങ്ങളും ഒക്കെ കൂടുതൽ അനുഗ്രഹമായി തീരാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. അപ്പൊ ആ പ്രാർത്ഥനയൊക്കെ സഫലമായി തീരണം. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ആദ്യത്തെ വിഷയം ഞങ്ങളുടെ എൻജഡിയ ഫാമിലിക്കാണ്. ഇപ്പോഴും അത് ആദ്യത്തെ ഞങ്ങളുടെ സബ്ജക്റ്റ്. അത് പ്രാർത്ഥിച്ചിട്ട് പിന്നെ അടുത്ത ഞങ്ങളുടെ ഫാമിലിയിലോട്ട് പോകത്തുള്ളൂ. അപ്പൊ ഒന്നാമത്തെ കുടുംബം പോലെയാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞങ്ങള് ഇപ്പം ജെസ്സി ഒന്നും ഞങ്ങള് പോന്നെ പിന്നെ ഇപ്പം മീറ്റ് ചെയ്യുക. അതുപോലെ ഈ ചേച്ചിയാണേലും ഞങ്ങള് അവിടെ ഇവരൊന്നും കണ്ടിട്ട് പോലില്ല ചേച്ചി. പക്ഷെ ഞങ്ങള് മൂന്നാമത്തെ ബാച്ചാണ്. ഞങ്ങൾ 8ാമത്തെ ഇവർ 9ാമത്തെ. അപ്പൊ അവര് ഓൾറെഡി ഗ്രാജുവേറ്റ് ചെയ്ത് ബോണ്ടും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ ജോയിൻ ചെയ്തത്. പക്ഷെ ഞങ്ങള് ആ കണക്ഷൻ MGDMലെ ഒരു ഫാമിലി മെമ്പർ എന്നുള്ള കണക്ഷൻ ഇപ്പോഴും. ഇതൊരു ഒത്തിരി ക്വിക്കായി പോയി. അല്ലെങ്കിൽ ഇവിടെ ഒത്തിരി പേരെ കണ്ടേനെ. ഇതിപ്പം ഞങ്ങള് പ്ലാൻഡ് അല്ലായിരുന്നു. ഞാൻ വിസിറ്റ് ചെയ്യാൻ ഇവിടെ വന്നതാണ്. അപ്പം എന്റെ ഫാമിലി പറഞ്ഞ മേരിക്കുട്ടിയും ചെയ്യാൻ എനിക്ക് കാണണം. അപ്പൊ എന്റെ ബാച്ചാണ്. അപ്പൊ പിന്നെ അപ്പം നമ്മുടെ തൊട്ട് ജൂനിയർ ആണ്. അപ്പം തൊട്ട് ജൂനിയർ ബാച്ചുമായിട്ട് ഞങ്ങൾക്ക് നല്ല, നമ്മുടെ നേരെ സീനിയർ ബാച്ചും നേരെ ജൂനിയർ ബാച്ചും തമ്മിൽ ഭയങ്കര കണക്ഷനാണ്. കാരണം നമ്മള് ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത് എല്ലതും. അപ്പം ഞാനപ്പോൾ അവരെയും കോണ്ടാക്ട് ചെയ്തു, അവിടെയുള്ളവരെ. അപ്പം അവര് അങ്ങനെ കുറച്ച് പേര് വരാമെന്നൊക്കെ പറഞ്ഞപ്പം അപ്പൊ പിന്നെ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പലരുമായിട്ട് കോണ്ടാക്ട് പെട്ടെന്നായി. 2 മാസം ഞങ്ങള് ഞങ്ങളുടെയൊക്കെ ജൂനിയറാണ്. മായ ആൻസിയും ബസേലിയസ് കോളേജിൽ ഒരുമിച്ച് പഠിച്ചത്. ശരി, സന്തോഷം. പോകട്ടെ, സമയമായതുകൊണ്ട് സഹായിച്ചു.